നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ കസ്റ്റംസിന്റെ ഗുരുതര ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത് സംഘത്തിന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം. ചട്ടം മറികടന്ന് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് നയതന്ത്ര പാസ് നൽകി. കോൺസുലേറ്റ് ജനറലിന് എസ് കാറ്റഗറി സുരക്ഷ നൽകിയതിലും വീഴ്ച. സ്വപ്ന സുരേഷ് ആയിരുന്നു ഇടനിലക്കാരിയെന്നും കസ്റ്റംസ്. വിമാനത്താവളവുമായി ബന്ധപ്പെടുത്തി നടന്നത് 3 തരം കടത്ത്. സ്വപ്നയും സന്ദീപും സരിത്തും നടത്തിയത്, കോൺസുൽ ജനറൽ നടത്തിയത്, വിദേശത്തേക്കുള്ള ഡോളർ കടത്ത് എന്നിവയാണ് കടത്തുകളെന്ന് കസ്റ്റംസ് വിശദീകരണം. 53 പേർക്ക് കസ്റ്റംസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. രാമനാട്ടുകരയിലെ അപകടം സ്വർണ്ണക്കടത്ത് സംഘത്തെ പിന്തുടരുന്നതിനിടെ കടത്തിയ സ്വർണം തട്ടിയെടുക്കാൻ ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘം ശ്രമിച്ചു. കൊടുവള്ളിയിൽ നിന്നുള്ള സംഘവും ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതായി സൂചന. ചെർപ്പുളശ്ശേരി സംഘം മുൻപും സ്വർണം കവർന്നിട്ടുണ്ടെന്ന് പോലീസ്. രാമനാട്ടുകരയിലെ യാത്രാ സംഘം സ്വർണ്ണക്കവർച്ചാ സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. സ്വർണ്ണക്കടത്തിനായി ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും കണ്ടെത്തൽ. അപകടത്തിൽ മരിച്ച താഹിർ വാഹനം തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ കേസുകളിലെ പ്രതിയാണ്. ഇവർക്ക് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടവും റെന്റ് എ കാർ ബിസിനസ്സും ഉണ്ടായിരുന്നുവെന്നും പോലീസ്. ചരൽ ഫൈസൽ എന്നയാൾക്ക് എസ്കോർട്ട് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സൂചന. ഫൈസലിനെതിരെയും നിരവധി പരാതികൾ ചെർപ്പുളശ്ശേരിയിലുണ്ട്. ഇവർ നിലവിൽ SDPI അംഗങ്ങളല്ലെന്നും സംഘടനയിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരുന്നുവെന്നും ജില്ലാ നേതൃത്വം. ഇന്ന് പുലർച്ചെ 4:45 രാമനാട്ടുകരയ്ക്കടുത്ത് പുളിഞ്ചോട് കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചത്. ചെർപ്പുളശ്ശേരി സ്വദേശികളായ മുഹമ്മദ് സാഹിർ, നാസർ, സുബൈർ, ഹസനാർ, താഹിർ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തിനെ യാത്രയാക്കാൻ എയർപോർട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ബ്രണ്ണൻ പോര് അവസാനിപ്പിച്ച് CPM. തെറ്റായ കാര്യത്തോട് പ്രതികരിക്കുകയാണ് CPM ചെയ്തതെന്ന് A. വിജയരാഘവൻ. സുധാകരൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞു, അതവിടെ അവസാനിച്ചു. K. സുധാകരന്റെ വിമർശനം പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ളത്. നാൽപ്പാടി വാസു, സേവരി നാണു വധം എന്നിവയിലെ പുനരന്വേഷണം നിയമപരമായ കാര്യമാണെന്നും വിജയരാഘവൻ. മുഖ്യമന്ത്രിയും K. സുധാകരനുമായുള്ള വാക്പോര് ആരോഗ്യകരമല്ലെന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയും. സുധാകരന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായോ എന്ന് KPCC പരിശോധിക്കട്ടെ. ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ചർച്ചകളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി. K. സുധാകരനെ ഒട്ടതിരിഞ്ഞ് ആക്രമിക്കുന്നത് CPM-ഉം മുഖ്യമന്ത്രിയും അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ല. വിവാദത്തിന് കാരണക്കാരൻ പിണറായി വിജയനാണെന്നും വിവാദം തുടരേണ്ടതില്ലെന്നും രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവായിരിക്കെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല. തിരുവനന്തപുരം കടയ്ക്കാവൂർ പോക്സോ കേസിൽ വഴിത്തിരിവ്. അമ്മ മകനെ പീഡിപ്പിച്ചെന്ന കേസിൽ അമ്മ നിരപരാധിയാണെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മകന്റെ മൊഴി അവിശ്വസനീയമെന്ന് പോലീസ് റിപ്പോർട്ട്. തിരുവനന്തപുരം പോക്സോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 7499 പേർക്ക് കോവിഡ്. 94 മരണം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.63%. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 12154. കോവിഡ് മൂലം രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം അനുവദിച്ച് ഉത്തരവായി. 18 വയസ്സുവരെ പ്രതിമാസം 2000 രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിക്കും. കുട്ടികളുടെ പേരിൽ 3 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം തുടങ്ങും. ബിരുദതലം വരെയുള്ള പഠന ചെലവുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും. മാതാപിതാക്കളിൽ ഒരാളെ നേരത്തെ നഷ്ടമാവുകയും ശേഷിച്ച രക്ഷകർത്താവ് കോവിഡ് മൂലം മരണപ്പെട്ടാലും സർക്കാർ സഹായം ലഭിക്കും. സഹായധനം കുട്ടികളുടെ അക്കൗണ്ടിലോ നിലവിലെ രക്ഷകർത്താവിന്റെയും കുട്ടിയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കോ നിക്ഷേപിക്കും. സംസ്ഥാനത്ത് കോവിഡ് മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 74 കുട്ടികളുണ്ടെന്ന് സർക്കാർ കണക്ക്. RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിനെതിരായ ലാബ് ഉടമകളുടെ ഹർജി തള്ളി ഹൈക്കോടതി. പരിശോധനാ നിരക്ക് 500 രൂപയാക്കിയ സർക്കാർ ഉത്തരവ് നിലനിൽക്കും. നിരക്ക് നിശ്ചയിച്ചതിൽ ഇടപെടാനാകില്ലെന്ന് കോടതി. കോവിഡ് ചികിത്സയിൽ റൂമുകളുടെ നിരക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് നിശ്ചയിക്കാം. നിരക്ക് പൊതുവായി പ്രദർശിപ്പിക്കണം. സ്വകാര്യ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് സർക്കാർ നിരക്ക് ബാധകം. സർക്കാർ തീരുമാനം ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ അപേക്ഷ പരിഗണിച്ചു. സംസ്ഥാനത്ത് 1404 മരങ്ങൾ മുറിച്ചതായി വനംവകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. 7 ജില്ലകളിൽ വൻ മരമുറി നടന്നു. വിവാദ ഉത്തരവിന്റെ മറവിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ മുറിച്ചത് എറണാകുളം ജില്ലയിലാണെന്നും കണ്ടെത്തി.
സംസ്ഥാനത്തെ മരമുറി അന്വേഷിക്കുന്ന വനം വിജിലൻസ് സംഘം നാളെ റിപ്പോർട്ട് നൽകിയേക്കും. വനമന്ത്രി AK ശശീന്ദ്രനാണ് റിപ്പോർട്ട് നൽകുക. റവന്യൂ ഉത്തരവിന്റെ മറവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എത്രയൊക്കെ മരം മുറിച്ചു മാറ്റിയെന്ന കണക്കാണ് റിപ്പോർട്ടിൽ പ്രധാനമായുമുള്ളത്. ക്രൈംബ്രാഞ്ച് ADGP S. ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലുള്ള സമഗ്ര അന്വേഷണം തുടരുന്നു. മരമുറി വിവാദത്തിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് കൃത്യവിലോപമില്ലെന്ന് ആവർത്തിച്ച് വകുപ്പ് മന്ത്രി K. രാജൻ. ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ED അടക്കം എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതേ പറയാനുള്ളൂവെന്നും റവന്യൂ മന്ത്രി. മുട്ടിൽ മരമുറിയിൽ വ്യാഴാഴ്ച UDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോവിഡിന്റെ മറവിൽ അഴിമതിയും കൊള്ളയുമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. മുട്ടിലെ മരമുറി നടന്ന പ്രദേശങ്ങൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. മരമുറി വിവാദം ചർച്ച ചെയ്യാതെ ഇടതുമുന്നണി യോഗം. കേസിൽ സർക്കാർ നടപടിയെടുത്തെന്ന് മുന്നണി യോഗത്തിന് ശേഷം A. വിജയരാഘവൻ. കുറ്റക്കാർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കും. കർഷകർക്ക് വേണ്ടിയെടുത്ത തീരുമാനമാണെന്നും ദുരുപയോഗം കണ്ടപ്പോൾ സർക്കാർ കർശന നടപടിയെടുത്തെന്നും A. വിജയരാഘവൻ പ്രതികരിച്ചു. മകനെ കൊണ്ട് വ്യാജ പരാതി നൽകിയ മുൻ ഭർത്താവിനെതിരെ നിയമ നടപടി തുടരുമെന്ന് യുവതി. സത്യം ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും യുവതി പ്രതികരിച്ചു. മകളുടെ നിരപരാധിത്വം തെളിഞ്ഞതിൽ കുടുംബവും സന്തോഷം പ്രകടിപ്പിച്ചു. കടക്കാവൂരിലേത് സങ്കീർണ കേസെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച SP ദിവ്യ ഗോപിനാഥ്. അമ്മയ്ക്കെതിരായ മൊഴിയിൽ മകൻ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് SP. പരാതിയിൽ ആരോപിച്ച കാര്യങ്ങൾ സമഗ്രമായും ശാസ്ത്രീയമായും പരിശോധിച്ചെന്നും SP. നിരപരാധിയായ ഒരമ്മയെ കള്ളക്കേസിൽ കുടുക്കിയ ആൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. യുവതിക്കൊപ്പം നിൽക്കുമെന്ന് ഷാഹിദ കമാൽ. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് SP ദിവ്യ V. ഗോപിനാഥിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊല്ലം ശാസ്താംകോട്ടയിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ബന്ധുക്കൾ. കടയ്ക്കൽ സ്വദേശിനി വിസ്മയെയാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് കിരൺകുമാറിന്റെ മർദ്ദനത്തിലേറ്റ പരിക്കുകളുടെ ചിത്രങ്ങളടക്കം ബന്ധുക്കൾക്ക് കൈമാറിയതിന് പിന്നാലെയാണ് മരണം. കടയ്ക്കൽ സ്വദേശി വിസ്മയയുടെ മരണത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 1 വർഷം മുൻപായിരുന്നു വിസ്മയുടെയും കിരണിന്റെയും വിവാഹം. സ്ത്രീധന തുകയുടെ പേരിൽ കിരൺകുമാർ വിസ്മയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ. സംഭവത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നും പോലീസ്. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മനോജ് കുമാർ, ഭാര്യ രഞ്ജു, മകൾ അമൃത എന്നിവരാണ് മരിച്ചത്. മുണ്ടക്കയം സ്വദേശികളാണിവർ. നന്ദൻകോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് മനോജ് കുമാർ ആദ്യം വിഷം കഴിച്ചത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് രഞ്ജുവും അമൃതയും വിഷം കഴിച്ചത്. സ്വർണ്ണപ്പണിക്കാരനാണ് മനോജ് കുമാർ. കടബാധ്യത കാരണമുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മനോജ് കടബാധ്യത മൂലം വിഷമത്തിലായിരുന്നുവെന്ന് സഹോദരൻ മഹേഷ് കുമാർ. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുഞ്ഞിപ്പാത്തുമ്മ കൊലക്കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കനമുള്ള വടി ഉപയോഗിച്ച് കുഞ്ഞിപ്പാത്തുമ്മയെ തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. കുഞ്ഞിപ്പാത്തുമ്മയുടെ കൈവശം ഒരുപാട് പണമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് മുഹമ്മദ് ഷാഫി എത്തിയത്. പണം മോഷ്ടിക്കണമെന്ന ഉദ്ദേശം വെച്ചാണ് വീട്ടിലെത്തിയതെന്നും പ്രതി സമ്മതിച്ചു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാലാണ് കാമുകനെ മർദ്ദിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്ന് ചാത്തന്നൂരിൽ അറസ്റ്റിലായ ലെൻസി ലോറൻസ്. 40,000 രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത്. 10,000 രൂപ അഡ്വാൻസായി നൽകിയെന്നും ലെൻസി. ഭർത്താവ് വിദേശത്തായ ലെൻസി ബാങ്ക് ജീവനക്കാരനായ യുവാവുമായി 2 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. പണവും വില കൂടിയ മൊബൈലും യുവാവിന് സമ്മാനമായി നൽകി. വിവാഹം കഴിക്കണമെന്ന ലെൻസിയുടെ ആവശ്യം തള്ളിയ ഇയാൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുത്തതാണ് പ്രതികാരത്തിന് കാരണം. കൊട്ടേഷൻ സംഘത്തിലെ 4 പേർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. വർക്കല സ്വദേശി അനന്തുവാണ് കൊട്ടേഷൻ സംഘത്തിലെ തലവൻ. ആയുർവേദ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ടേഷൻ സംഘത്തിലുള്ളവരെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന്. CK ജാനുവിന് കോഴ നൽകിയെന്ന കേസാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP മനോജ് കുമാറിനാണ് അന്വേഷണ ചുമതല.
NDAയിലേക്ക് മടങ്ങിവരാൻ CK ജാനുവിന് പണം നൽകിയെന്ന കേസിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴീക്കോടിന്റെ മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി R മനോജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. കോഫി മേക്കിംഗ് മെഷീനിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2.5 കിലോയോളം സ്വർണ്ണമാണ് പിടികൂടിയത്. മലപ്പുറം മൂർക്കനാട് സ്വദേശി മുഹമ്മദ് ഷഫീഖ് പിടിയിൽ. ലോക്ഡൌണിൽ ലക്ഷദ്വീപിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യേണ്ട കാര്യമില്ലെന്ന് ദ്വീപ് ഭരണകൂടം. ദ്വീപിൽ ആരും പട്ടിണി കിടക്കുന്നില്ലെന്നും ന്യായവില ഷോപ്പുകൾ തുറക്കുന്നുണ്ടെന്നും കലക്ടർ ഹൈക്കോടതിയിൽ അറിയിച്ചു. കലക്ടർ നിലപാട് അറിയിച്ചത് അടിയന്തരമായി ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജികളെ. ലക്ഷദ്വീപിൽ ട്രിപ്പിൾ ലോക്ഡൌണിൽ ഇളവുകൾ. സമയക്രമം പാലിച്ച് കടകളും ഹോട്ടലുകളും തുറക്കുന്നതിന് അനുമതി. രാത്രി കർഫ്യൂവും വാരാന്ത്യ ലോക്ഡൌണും തുടരും. രാഷ്ട്രീയവും മതപരവും സാമൂഹികവുമായ കൂടിച്ചേരലുകൾക്ക് കലക്ടറുടെ പ്രത്യേക അനുമതി വേണം. മത്സ്യബന്ധനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കും അനുമതി വേണം. കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇളവുകൾ പ്രഖ്യാപിക്കുന്നതെന്ന് ലക്ഷദ്വീപ് കലക്ടർ. ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ലക്ഷദ്വീപ് ഫോറം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കൊച്ചിയിൽ നടന്ന ധർണ AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്ററുടെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് ദ്വീപിൽ നടപ്പിലാക്കുന്നതെന്ന് AM ആരിഫ്. സർക്കാർ ഓഫീസുകളിൽ ഏജന്റുമാർ ഇപ്പോഴും ഉണ്ടെന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യം ജീവനക്കാർ സ്വയം വിമർശനപരമായി പരിശോധിക്കണം. ജനങ്ങൾക്കും ജീവനക്കാർക്കും ഇടയിൽ മൂന്നാമതൊരാൾ എന്തിനെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സിവിൽ സർവീസിന്റെ ശോഭ കെടുത്തുന്ന ഇടപെടൽ ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. NGO യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ചക്രസ്തംഭന സമരം. 11 മണി മുതൽ 15 മിനിറ്റ് നേരമായിരുന്നു നിരത്തുകളിൽ വാഹനം നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. BMS ഒഴികെയുള്ള സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തു. സ്വകാര്യ വാഹനങ്ങളടക്കം ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായി ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ബസ് ഓപ്പറേറ്റർമാരുടെ സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിരവധി സമര കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ വാഹനങ്ങൾ തടഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിന് CITU സംസ്ഥാന അധ്യക്ഷൻ ആനത്തലവട്ടം ആനന്ദൻ നേതൃത്വം നൽകി. 1500 കേന്ദ്രങ്ങളിലാണ് ചക്രസ്തംഭന സമരം നടന്നത്. കൊച്ചി നഗരത്തിൽ കലൂർ, വൈറ്റില, കളമശ്ശേരി എന്നിവിടങ്ങളിൽ സമരം നടന്നു. മത്സ്യത്തൊഴിലാളി നേതാവ് ചാൾസ് ജോർജ് കലൂരിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് എളമരം കരീം MP സമരം ഉദ്ഘാടനം ചെയ്തു. വിലവർധനയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ടു പോയില്ലെങ്കിൽ ശക്തമായ തുടർ സമരമുണ്ടാകുമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ മുന്നറിയിപ്പ്. ചക്രസ്തംഭന സമരത്തിൽ വാഹനം തടഞ്ഞതിനെതിരെ കോട്ടയം തിരുനക്കരയിൽ പ്രതിഷേധം. സമരക്കാർക്കെതിരെ BJP പ്രവർത്തകർ രംഗത്തെത്തി. ആംബുലൻസുകൾ ഉൾപ്പെടെ തടഞ്ഞിട്ടുവെന്ന് ആരോപണം. ഇന്ധനവില വർധനവിനെതിരെ ഈ മാസം 30-ന് വാർഡ് അടിസ്ഥാനത്തിൽ പ്രതിഷേധ സമരത്തിന് ഇടതുമുന്നണി. വൈകിട്ട് 4 മണിക്കാണ് പ്രതിഷേധ സംഗമം. ഒരു പഞ്ചായത്ത് വാർഡിൽ 4 പേരടങ്ങുന്ന 25 ഗ്രൂപ്പുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. കോർപ്പറേഷൻ ഡിവിഷനുകളിൽ 4 പേരടങ്ങുന്ന 100 ഗ്രൂപ്പുകൾ പങ്കെടുക്കും. ഇന്ന് നടത്തിയ ചക്രസ്തംഭനത്തിന് വലിയ പിന്തുണ ലഭിച്ചതായി LDF കൺവീനർ A വിജയരാഘവൻ പറഞ്ഞു. കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച കൃഷിമന്ത്രി P പ്രസാദ്. കൃഷി ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി ഭാരവാഹികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 2ാം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് ജോലി നൽകിയതിനെതിരെ പ്രതിപക്ഷ നേതാവ്. നടപടിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് VD സതീശൻ. 450 അപേക്ഷകരിൽ നിന്ന് CPM-ന് താൽപര്യമുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് നിയമനം നടത്തിയത് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചാണ്. കൊലപാതക രാഷ്ട്രീയത്തിന് വെള്ളവും വളവും നൽകുന്ന നടപടിയാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രിയിൽ നിയമനം നൽകിയതിനെ ന്യായീകരിച്ച് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ബേബി ബാലകൃഷ്ണൻ. മനുഷ്യത്വപരമായി നോക്കിയാൽ നിയമനത്തിൽ തെറ്റില്ല. ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പ്രതികളുടെ ഭാര്യമാർ ആയതിനാൽ നിഷേധിക്കാനാകില്ല. നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. KSRTCയിൽ ശമ്പള പരിഷ്കരണം വേണമെന്നാണ് സർക്കാർ നയമെന്ന് മന്ത്രി ആന്റണി രാജു. യൂണിയൻ ഉന്നയിച്ച നിർദ്ദേശങ്ങളിൽ ധനമന്ത്രിയുമായി ചർച്ച വേണം. താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കും. അടുത്ത മാസം മുതൽ പെൻഷൻ കൃത്യമായി നൽകുമെന്നും ആന്റണി രാജു. സ്വകാര്യ ബസ്സുകളുടെ നിയന്ത്രണത്തിൽ സർക്കാരിന് പിടിവാശിയില്ലെന്ന് ഗതാഗത മന്ത്രി. വ്യക്തമായ ബദൽ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചാൽ നിലപാട് മാറ്റാൻ സർക്കാർ തയ്യാറാണ്.
കെ-സ്വിഫ്റ്റ് പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ശക്തമാക്കി എൻസിപി. ശരത് പവാറും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും കൂടിക്കാഴ്ച നടത്തി. ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത് രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ച നടന്നതെന്ന് സൂചന. പ്രാദേശിക രാഷ്ട്രീയ ശക്തികളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് എൻസിപി നടത്തുന്നത്. 12 പാർട്ടികൾ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് നിഗമനം. CBSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി നാളത്തേക്ക് മാറ്റി. 10, 11, 12 ക്ലാസുകളിലെ പ്രകടനം അടിസ്ഥാനമാക്കി മാർക്ക് നിശ്ചയിക്കുമെന്ന CBSE തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചതാണെന്ന് കോടതി. മുൻ വർഷങ്ങളിലെ പ്രകടനം കണക്കാക്കി വിദ്യാർത്ഥികളുടെ മികവ് വിലയിരുത്താനാകില്ലെന്നാണ് ഹർജിക്കാരുടെ വാദം. CBSE, ICSE എന്നിവയ്ക്ക് ഒരേ മാനദണ്ഡങ്ങൾ വേണമെന്നായിരുന്നു പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ വാദം. 11ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ കേരളം ഒരാഴ്ച കൂടി സമയം ആവശ്യപ്പെട്ടെങ്കിലും നാളെ മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജികൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പരിഗണിക്കും. കോവിഡ് കാലത്ത് അമിത ഫീസ് ഈടാക്കുന്നതിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിനെതിരെ രക്ഷിതാക്കളുടെ പ്രതിഷേധം. ആക്കുളത്ത് പ്രവർത്തിക്കുന്ന ഗുഡ് ഷെപ്പേർഡ് സ്കൂളിനെതിരെയാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധം. രക്ഷിതാക്കൾ സ്കൂൾ വളപ്പിലെത്തിയത് ഓൺലൈൻ ക്ലാസ് മാത്രമുള്ളപ്പോൾ സ്വകാര്യ സ്കൂളുകൾ അമിത ഫീസ് ഈടാക്കരുതെന്ന സർക്കാർ നിർദ്ദേശം ലംഘിച്ചതോടെ. രാമനാട്ടുകര അപകടത്തിൽ പിന്നെയും വഴിത്തിരിവ്. കരിപ്പൂരിൽ ഇന്ന് പുലർച്ചെ കസ്റ്റംസ് പിടികൂടിയത് അപകടത്തിൽപ്പെട്ട സംഘം കവരാൻ ലക്ഷ്യമിട്ട സ്വർണം. ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള കവർച്ചാ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലായവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, കൂടുതൽ വ്യക്തത വരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. രാമനാട്ടുകരയിൽ നിന്ന് കണ്ടെടുത്ത പണം, കരിപ്പൂരിൽ പിടികൂടിയ സ്വർണവുമായി ഇതിനുള്ള ബന്ധം എന്താണ്? എങ്ങോട്ടാണ് കേസ് നീങ്ങുന്നത്? ധന്യ, ഒരു സിനിമാ കഥയെ വെല്ലുന്ന ചുരുളാണ് അഴിയുന്നത്. ഇത് ഇന്ന് രാവിലെ 4:15 സ്ഥലത്ത് ഇവിടെ രാമനാട്ടുകരയിൽ ഒരു അപകടം നടക്കുന്ന സമയത്ത് പോലീസിന് ഒട്ടേറെ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തിനാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് 15 സംഘം ഒരാളെ യാത്രയാക്കാൻ കരിപ്പൂർ എയർപോർട്ടിൽ എത്തുന്നത് തുടങ്ങിയ അത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ പോലീസിന് ഈ വിഷയത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ചെർപ്പുളശ്ശേരിക്ക് പോകേണ്ടവർ രാമനാട്ടുകരയിലേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യവുമില്ല. ഇവർ എന്തിന് രാമനാട്ടുകരയിൽ വന്നു? അത്തരത്തിലുള്ള നിരവധി സംശയങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മാറുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കൊടുവള്ളി സ്വദേശിക്ക് ഇന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടായിരുന്നു. ഇത് ഈ വിവരം ചോർന്ന് ലഭിച്ചതോടെയാണ് ചെർപ്പുളശ്ശേരിയിലുള്ള ഈ 15 സംഘം ഈ സ്വർണം തട്ടിയെടുക്കാൻ തീരുമാനിക്കുന്നത്. അവരങ്ങനെ 3 വാഹനങ്ങളിലായി, ഇനോവ, ബൊലേറോ, ബലേനോ 3 കാറുകളിലായി ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. കൊടുവള്ളിയിൽ നിന്നുള്ള വരാൻ സാധ്യതയുള്ള വാഹനങ്ങളുടെ നമ്പറുകൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അവർ അവിടെയുള്ള വാഹനങ്ങളുമായൊക്കെ തന്നെ ഈ കൈവശമുള്ള നമ്പറുകൾ താരതമ്യം അങ്ങനെ പരിശോധിച്ചു. അങ്ങനെ കൊടുവള്ളിയിൽ നിന്നുള്ള സംഘത്തെ ഇവർ കണ്ടെത്തി. കൊടുവള്ളിയിൽ നിന്നുള്ള സംഘം അവർക്ക് വരേണ്ടിയിരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയതറിഞ്ഞ് വിമാനത്താവളത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘം ഇവരെ കാണുന്നത്. അങ്ങനെ ഈ കൊടുവള്ളിക്കാരെ ചെർപ്പുളശ്ശേരിയിൽ നിന്നെത്തിയ കവർച്ചാ സംഘം പിന്തുടരുന്നു. തുടർന്ന് ഈ എയർപോർട്ടിന് പുറത്ത് അവിടെ ന്യൂമാൻ ജംഗ്ഷനിൽ വെച്ച് ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുന്നു. അവിടെ നിന്ന് കൊടുവള്ളിയിൽ നിന്ന് വന്നവരുടെ ഒരു വാഹനം അവിടെ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നു. ഇതിനെ പിന്തുടർന്നുകൊണ്ട് ബൊലേറോ കാർ പിന്നാലെ പോകുന്നു. എന്നാൽ ഇവർ രാമനാട്ടുകരയിൽ എത്തിയപ്പോഴാണ് സ്വർണം കസ്റ്റംസ് പിടിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. ഈ ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള സംഘം കവരാനെത്തിയ സ്വർണം കസ്റ്റംസ് പിടിച്ചു എന്ന് അറിയുന്നതോടെ ഈ ബൊലേറോ കാറിൽ ഇവരെ പിന്തുടർന്നിരുന്നവർ തിരിച്ച് അമിതവേഗതയിൽ എയർപോർട്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചാണ് ലോറിയുമായി ഈ വാഹനം കൂട്ടിയിടിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന 5 പേരും അവിടെ വെച്ച് തന്നെ മരിച്ചു. അത്തരത്തിൽ വലിയൊരു ആഘാതത്തോടെയുള്ള വലിയൊരു ആഘാതമാണ് അപകടത്തിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആരും തന്നെ ആശുപത്രിയിൽ എത്തിയില്ല. അത്തരത്തിൽ ഇതിന്റെ അവസാനം പോലീസ് പറയുന്നത് ഇതാണ്: ഈ സംഘത്തിൽപ്പെട്ട എല്ലാവർക്കും നേരത്തെ തന്നെ സ്വർണ്ണക്കടത്തുമായും അതേപോലെ തന്നെ കവർച്ചയുമായും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് ഇവർ എത്തിയതും ഈ കള്ളക്കടത്ത് സ്വർണം തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എത്തിയ സംഘമായിരുന്നു ഇവർ. അങ്ങനെ ഇവർക്കെതിരെ IPC 399 വകുപ്പ് പ്രകാരം മരിച്ച 5 പേരുൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ സംഘത്തിലുണ്ടായിരുന്ന 8 പേർ ഇപ്പോൾ
പോലീസ് കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. ഒരു വാഹനം കൂടെ പിടികൂടാനുണ്ട്. ബലേനോ കാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനോവ കാറിലുണ്ടായിരുന്നവരെയാണ് ആദ്യം പിടികൂടിയത്. പിന്നീട് മൃതദേഹത്തോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ രണ്ടുപേരെ കൂടി പിടികൂടി. ഏതായാലും ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു കാര്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് എന്നാണ് പോലീസും കസ്റ്റംസും ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ശരി അശ്വിൻ, ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നു. അപ്പോൾ നാളെ സ്വാഭാവികമായിട്ടും നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമായിരിക്കും ഈ പ്രതികളെ എല്ലാവരെയും, അല്ലേ? ഇവരെ നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന പല കേസുകളുമായും ഇവർക്ക് ബന്ധമുള്ളതായി പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കസ്റ്റംസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പല കേസുകളുമായും ഇവർക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിട്ടുകിട്ടണം എന്ന് പോലീസ് ആവശ്യപ്പെടാനായിരിക്കും സാധ്യത. ഒരുപക്ഷെ പോലീസ് നാളെ കോടതിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടേക്കും. അങ്ങനെയാണെങ്കിൽ പോലീസ് അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതി ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനായിരിക്കും, പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനായിരിക്കും ധന്യ സാധ്യത. ശരി, നന്ദി അശ്വിൻ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകം കോവിഡിനെതിരെ പോരാടുമ്പോൾ യോഗ പ്രതീക്ഷയുടെ കിരണമാണെന്ന് പ്രധാനമന്ത്രി. കോവിഡിനെതിരായ പോരാട്ടത്തിൽ സുരക്ഷാ കവചമാണ് യോഗയെന്നും അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശത്തിൽ നരേന്ദ്രമോദി. രാജ്യമെങ്ങും വിവിധ പരിപാടികൾ. ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനയായ യോഗ കോവിഡ് സമയത്ത് സഹായകരമായതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാഷ്ട്രപതി ഭവനിൽ യോഗ പരിശീലിക്കുന്ന ചിത്രം അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. കേന്ദ്രമന്ത്രിമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെല്ലാം യോഗാ ദിനത്തിന്റെ ഭാഗമായി. ലഡാക്കിൽ കൊടും തണുപ്പിൽ സൈനികരുടെ യോഗാ ദിനാചരണം. മലനിരകൾക്ക് മുകളിലായിരുന്നു അഭ്യാസ പ്രകടനം. അരുണാചൽ പ്രദേശിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ യോഗാഭ്യാസം വേറിട്ടതായി. കുതിരപ്പുറത്തായിരുന്നു യോഗാഭ്യാസ പ്രകടനം. ലോയിത്പൂരിലാണ് ചടങ്ങ്. യോഗശാസ്ത്രീയമെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവും ശാന്തിയും ഉറപ്പാക്കാൻ യോഗയിലൂടെ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചടങ്ങിൽ ഡോക്ടർ PK വാര്യരെ ആദരിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. ഇന്നലെ 53,256 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 88 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന നിരക്കാണിത്. 24 മണിക്കൂറിനിടെ മരിച്ചത് 1422 പേർ. ആകെ മരണസംഖ്യ 3,88,135. ഇന്നലെ 78,190 പേർക്ക് രോഗം ഭേദമായി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാക്സിൻ നയം പ്രാബല്യത്തിൽ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും കേന്ദ്ര സർക്കാർ സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കും. നിർമ്മാതാക്കളിൽ നിന്ന് 75% വാക്സിൻ കേന്ദ്രം സംഭരിക്കും. 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് നേരിട്ട് വാങ്ങാം.